എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ ആ വീട് പട്ടിണിയാവും. മിക്കവാറും ഞാൻ കാണുന്നൊരു കാഴ്ച എന്ന് പറയുന്നത് റഫീഖിൻ്റെ ഓട്ടോറിക്ഷൻ്റെ അടവടയ്ക്കാൻ പറ്റാതെ മിക്കവാറും ഈ ഫൈനാൻസുകാർ വന്നിട്ട് വണ്ടി പിടിച്ചു കൊണ്ടുപോകുന്ന സീനാണ് കാണുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഒരു 4 ദിവസമോ കല്ലടിക്കോട് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് എടുത്ത ലോൺ അടയ്ക്കാൻ പറ്റാതെ അവന് അതിൻ്റെ ജപ്തിയും പ്രയാസങ്ങളും നേരിടുന്ന, അതായത് വാക്കുകൾക്ക് അതീതമായിട്ടുള്ള ഒരു വളരെ പരിതാപകരമായ ഒരവസ്ഥയാണ് റഫീഖിന്. ഈ ഒരു ഒറ്റമുറി വീട്ടിലാണ് താമസിക്കുന്നത്. ആ ഒരു ഓട്ടോ ഓടിച്ചിട്ട് ഇന്നലെ പാലക്കാട് ജില്ലയിലെ കരിമ്പം എന്ന സ്ഥലത്ത് നമ്മളൊക്കെ മനസ്സിനെ ഏറെ വേദനിപ്പിച്ച ഒരു സംഭവം നടക്കുകയുണ്ടായി. സ്കൂൾ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്ന 4 വിദ്യാർത്ഥികളുടെ ദേഹത്തേക്ക് ലോറി മറിഞ്ഞ് അതിൽ റിദ ഫാത്തിമ, നിദ ഫാത്തിമ, ഇർഫാന ഷെറീൻ, ഐഷ എന്ന 4 മക്കൾ ഈ ലോകത്തോട് വിട പറഞ്ഞ ഒരു സംഭവം. വളരെ വേദനിപ്പിച്ച ഒരു വാർത്തയാണത്. വളരെയധികം ആ വാർത്ത കേട്ടപ്പോൾ മനസ്സിനെ വല്ലാതെ വേദനയുണ്ടാക്കി. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 4 വിദ്യാർത്ഥികളാണ്. അവർ ഒന്നിച്ചിട്ടായിരുന്നു സ്കൂളിൽ പോക്കും സ്കൂളിലേക്ക് വരുത്തും. അതും വീട്ടിന്റെ അടുത്തടുത്ത്, അതായത് 100 മീറ്റർ ചുറ്റളവിലാണ് ഇവർ 4 പേരുടെയും വീടുകൾ. അതിലൊരു കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ളൊരു വാർത്തവും കൂടി കണ്ടു. ഇവിടെ ആ അപകടം സംഭവിച്ചത് നമ്മുടെ അധികാരികളുടെ തികഞ്ഞ അനാസ്ഥയാണെന്ന് പറയുന്നതിൽ വളരെയധികം വിഷമമുണ്ട്. കാരണം ആ സ്ഥലം, ഇപ്പോൾ അപകടം നടന്ന ആ പിഞ്ചു മക്കളുടെ ജീവനെടുത്ത ആ സ്ഥലം ഇതിനു മുമ്പ് നിരവധി തവണ അപകടം നടന്ന സ്ഥലമാണ്. അവിടുത്തെ നാട്ടുകാരൊക്കെ ഇതിനു മുമ്പ് വളരെയധികം പ്രതിഷേധിച്ചതാണ്. എന്നിട്ടും നമ്മുടെ അധികാരികൾ കണ്ണടച്ചിരിക്കുകയാണ് ചെയ്തത്. ആ സ്ഥലം വലിയൊരു അപകടത്തിന് സാക്ഷ്യം വഹിക്കുന്ന പ്രദേശമാണെന്ന് അധികാരികൾക്ക് നല്ലതുപോലെ അറിയുന്ന കാര്യമാണ്. എന്നിട്ടും ഒരു അപകടം തടയുന്നതിന് അധികാരികൾ നിസ്സംഗത കാണിച്ചു എന്ന്. ഇപ്പോൾ ദുരന്തം സംഭവിച്ചതിന് ശേഷമാണ് അത് ചെയ്യും ഇത് ചെയ്യുന്നു ഒക്കെ പറഞ്ഞ് നമ്മുടെ അധികാരി രംഗത്ത് വന്നിട്ടുള്ളത്. ഏതൊരു അപകടം നടന്ന് അതിൽ വിലമതിക്കാനാവാതെ മനുഷ്യജീവനുകൾ കവർന്നെടുക്കുമ്പോഴാണല്ലോ നമ്മുടെ അധികാരികളുടെ കണ്ണ് തുറക്കുക. അതിനു വേറെ അധികാരികൾ കണ്ണടിച്ചിരിക്കും. അതായത് വാർത്തയിൽ കേട്ട റിപ്പോർട്ട് പ്രകാരം അവിടെ ഇതിനു മുമ്പ് 60 തവണ അപകടം നടന്ന പ്രദേശമെന്നാണ്. അപ്പൊ ആ പ്രദേശത്തിന്റെ ഇത് എത്രത്തോളം ഉണ്ടാവും? ഈ 4 മക്കളുടെ ജീവൻ എടുക്കാനുള്ള ഒരൊറ്റ കാരണം നമ്മുടെ അധികാരികളുടെ നിസ്സംഗത എന്ന് പറയുന്നതിൽ അതിയായ ദുഃഖമുണ്ട്, അതിയായ വിഷമമുണ്ട്. ഇവിടെ വേണ്ടതുപോലെ ആ അപകടം നടന്ന പ്രദേശം വേണ്ടതുപോലെ അപകടം ഒഴിവാക്കാനുള്ള ഒരു മുന്നൊരുക്കങ്ങൾ നമ്മുടെ അധികാരികൾ സ്വീകരിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ പിഞ്ചു മക്കളുടെ ജീവൻ പൊലിയുന്നത് ഒഴിവാക്കാമായിരുന്നു. ഒരു അപകടം നടന്നതിന് ശേഷമല്ല, ആ അപകടം നടക്കുന്നതിന് മുമ്പ് തന്നെ അതിന് വേണ്ടുന്ന രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്തണം. ഈ 4 വിദ്യാർത്ഥികൾ ഇപ്പോൾ വാർത്തയിൽ കേട്ട പ്രകാരം ഈ 4 മക്കളുടെ കുടുംബങ്ങളൊക്കെ വളരെ സാമ്പത്തികമായിട്ട് വിഷമങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങളാണ്. സാധാരണക്കാരായവരുടെ മക്കളാണ്. പഠനത്തിൽ വളരെ മിടുക്കരായിട്ടുള്ള മക്കളാണ്. നാളത്തെ പ്രതീക്ഷകളാണ്. കേവലം 13 വയസ്സ് എത്രമാത്രം വേദനാജനകമായിട്ടുള്ള ഒരു സംഭവമാണ്. നഷ്ടപ്പെടുമ്പോൾ മാത്രമേ നഷ്ടപ്പെട്ടവന്റെ വേദന അറിയത്തുള്ളൂ. ഇപ്പോൾ ഇതിനെല്ലാം ഇതൊക്കെ നമ്മുടെ അധികാരികൾ കാണിക്കൂ. ഇതൊക്കെ ഇനിയിപ്പോ കുറച്ചു ദിവസം മാത്രമേ ഓർക്കൂ. പിന്നെ പഴയ പടിയിലേക്ക് പോകും. പിന്നെ ഇനി അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടാണെങ്കിൽ ഇനി വേറൊരു ദുരന്തം സംഭവിക്കണം. അതുകൊണ്ട് ആ പ്രദേശത്ത് ഇനി ഒരു അപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ടി വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ അധികാരികൾ ചെയ്യണം. അതേപോലെ തന്നെ ഒരു ജീവന് പകരം കൊടുക്കുവാൻ ഈ ലോകത്തൊന്നുമില്ല. നഷ്ടപ്പെട്ടവർ വളരെയധികം ദുഃഖം അനുഭവിക്കുന്നവരാണ്. എങ്കിലും ആ മരണപ്പെട്ടവരായ മക്കളുടെ മാതാപിതാക്കൾക്ക്, ഓരോ മാതാപിതാക്കൾക്കും അർഹമായിട്ടുള്ള സാമ്പത്തിക സഹായം നമ്മുടെ അധികാരികൾ നൽകണം.